നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് റാംപൂർ തുട്മാരി സെക്ടറുകൾക്ക് സമീപം വെടിവെപ്പ്. ശക്തമായി തിരിച്ചടിച്ച് സൈന്യം. കശ്മീരിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും വാർത്തയാണ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത്. ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ, അതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. അത് ഏത് വിധത്തിൽ നടക്കുന്നു? ആ മലനിരകളിൽ അവർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോഴും നമുക്കുള്ളത്. അവർക്കായുള്ള തെരച്ചിൽ ഏത് തരത്തിലാണ് നടക്കുന്നത് അവിടെ? ലക്ഷ്മി പൽപ്പ, നമ്മൾ ഇപ്പോൾ ഉള്ളത് പിന്നെ ഈ മലനിരകൾ തിരച്ചിൽ നടത്തുന്ന മലനിരകൾക്കിടയിലാണ്. ഇതിൽ നിന്ന് നമുക്ക് കാണാം, ഈ ചെകുത്തായ മലനിരക്ക് അപ്പുറത്ത് ആണ് ഇപ്പോൾ മോപ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. നമുക്കിപ്പോൾ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് സൈന്യത്തിൻ്റെ ലൈവ് വിഷലോ സൈന്യത്തിൻ്റെ വിഷലോ നമുക്ക് കാണിക്കാൻ കഴിയില്ല. ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന വിഷയൻ്റെ അത് ആ മലയുടെ ചെകുത്തായ മലയുടെ അടുത്താണ് ഇപ്പോൾ സുരക്ഷാ സേനകൾ മോപ്പിംഗ് നടത്തുന്നത്. ഇതിന് വേണ്ട കാരണം നിരവധി മൈൻ അടക്കം കണ്ടെത്താനുള്ള മൈൻ സംവിധാനം അടക്കം തിരിച്ചറിയാനുള്ള മൈൻ ഡിറ്റക്ടർ അടക്കം വെച്ചാണ് സൈന്യം മുകളിലോട്ട് പോയിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 5 മണിക്ക് തുടങ്ങിയ തിരച്ചിലാണ്. രാവിലെ മഴയുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മിയൽമ, ഇന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം, കപ്വാര സെക്ടറിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനെ തീവ്രവാദികൾ വെടിവെച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഗുലാം റസൂൽ എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഇന്ത്യൻ ചാരൻ അല്ലെ പട്ടാളത്തിൻ്റെ ചാരൻ എന്നാരോപിച്ചാണ് വീട്ടിൽ കയറി തുരുതുര വെടിവെച്ചത്. ഇദ്ദേഹത്തെ ഗുരുതര പരിക്കോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ തന്നെ അതിർത്തി പൂർണ്ണമായി അശാന്തമാണ്. അതേപോലെ റാംപൂർ സെക്ടർ, ടൂട്ടിമാറി, ലീപ്പ വാലി തുടങ്ങിയ മേഖലയിലൊക്കെ ഇന്ന് വെടിവെപ്പ് നടന്നിട്ടുണ്ട്. ഇന്നലെയും വെടിവെപ്പുണ്ടായിരുന്നു. ചെറിയ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചാണ് പാക് സൈന്യം വെടിവെക്കുന്നത്. ഇന്ത്യ ആളപായമൊന്നുമില്ല, എന്നാൽ തിരിച്ചടിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, NIA ഇതാദ്യമായി അന്വേഷണ റിപ്പോർട്ട് പത്രക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് പൽഗാവ് വെടിവെപ്പിൻ്റെ അല്ലെങ്കിൽ കൂട്ടക്കൊലയുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷിക്കുന്നത് NIA ആണ്. അന്വേഷണം NIAക്ക് കൈമാറിയിരുന്നു. ഇതാദ്യമായി NIAയുടെ പത്രക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ച് NIA ഇപ്പോൾ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് പത്രക്കുറിപ്പിലൂടെ. ഏതായാലും ലക്ഷ്മി പൽമ, കാശ്മീർ അശാന്തം എന്ന് തന്നെ പറയാം. ഒരു സ്ഥലത്ത് തീവ്രവാദികളെ സഹായിക്കുന്നവരെയും തീവ്രവാദികളെ വീടുകളിലും റെയ്ഡ് നടത്തുന്നു. ആ വീടുകൾ തീവ്രവാദി അറിയപ്പെടുന്ന ലഷ്കർ-എ തോയ്ബയുടെ അറിയപ്പെടുന്ന കമാൻഡർമാരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നു സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ 7 വീടുകളാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തിയിരുന്നത്. ഇന്ന് 2 വീടുകൾ കൂടി ഇടിച്ചു നിരത്തി. ഇന്നലെ ഇടിച്ചു നിരത്തിയ കാര്യങ്ങൾ നമ്മൾ അതേ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ ഇന്ന് ബന്ദിപ്പൂരിലാണ് 2 തീവ്രവാദികളെ വീടുകൾ ഇടിച്ചു നിരത്തിയിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച്. ഏതായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് സുരക്ഷാ സേന പൂർണ്ണമായ എവിടെയാണ് ഇവർ ഒളിഞ്ഞിരിക്കുന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിലുള്ള സുരക്ഷാ സെർച്ചിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. വീടുകൾ ഇടിച്ചു നിരത്തുക എന്ന നടപടിയിലേക്ക് ജമ്മു കശ്മീർ സർക്കാർ തന്നെ പോകുന്ന ഒരു സ്ഥിതി കാണുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് വീടുകളൊക്കെ തകർക്കാൻ നേരത്ത് അവിടെ എത്തുമ്പോൾ അത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതിരോധം ഉണ്ടാകുന്നുണ്ടോ? ഉറപ്പായും അവിടെ ഈ ഭീകര പ്രവർത്തനത്തിനെതിരെ ആളുകൾ നിലപാടെടുക്കുമ്പോഴും അവരുടെ കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ അതിനോട് ആ തരത്തിൽ ആയിരിക്കില്ല അവരുടെ സമീപനം. അപ്പോൾ ഈ നടപടി എങ്ങനെയാണ് നാട്ടുകാർ കാണുന്നത്? ലക്ഷ്മി പത്മ, അതിശയമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ വീടുകൾ അതായത് വീടുകൾ ഷോപ്പിയാനായാലും ശരി, അതുപോലെ തന്നെ ത്രാസിലായാലും ശരി, എവിടെ പോയാലും ശരി, ഇതൊക്കെ തീവ്രവാദി സംഘടനക്ക് നേരത്തെ വളരെ സ്വാധീനമുള്ള മേഖലകളായിരുന്നു. ഷോപ്പിയാനാവട്ടെ, ലക്ഷ്മി പത്മക്കറിയാം, അതിർത്തി ജില്ലയാണ്, POKയുടെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഷോപ്പിയാനിലെ പോലും പോലീസ് മുമ്പൊക്കെ കടന്നു പോകാറുണ്ടായിരുന്നില്ല. ഈ തവണ പോലീസ് കടന്നു ചെല്ലുകയും അവിടുത്തെ പരിസരവാസികളെ സംസാരിക്കുകയും അവരെ അവിടെ നിന്ന് മാറ്റുകയും അതിനുശേഷമാണ് സ്ഫോടക വസ്തുക്കൾ വെച്ച് ഇത് പൊട്ടിച്ചിരിക്കുന്നത്. ഞങ്ങൾ അതേസമയം തന്നെ ഞങ്ങൾ ഈ കുടുംബക്കാരുമായിട്ട് അല്ലെങ്കിൽ ഇവരെ ബന്ധുക്കളായി സംസാരിച്ചിരുന്നു. അവരും പറയുന്നത് അവരെ തൂക്കിക്കൊല്ലട്ടെ, വെടിവെച്ച് കൊല്ലട്ടെ, പക്ഷേ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഞങ്ങളുടെ സ്ഥലം അത് നഷ്ടപ്പെട്ടില്ല, വിഷമം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടുകാർ ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധത്തിനോ ഒരു ബന്ദിനോ അല്ലെങ്കിൽ ഒരു പ്രകടനത്തിനോ തയ്യാറായിട്ടില്ല എന്നത്
എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ് ഈ തവണ. കാരണം ഇത്തരമൊരു അതിക്രമണം അല്ലെങ്കിൽ ഇത്തരമൊരു ആക്രമണം കാശ്മീരിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നതെന്നാണ് കാശ്മീരികളുടെ വാദം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ മെഹമാൻ, അതായത് ഞങ്ങളെ അതിഥിയാണ്, ഞങ്ങൾ സംരക്ഷിക്കും എന്നാണ് ഈ വീടുകൾ ഇടിച്ചു നിരത്തപ്പെട്ട സ്ഥലത്തും പോലും നമ്മളോട് അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചത്. ലക്ഷ്മി പത്മ. ശരത്ലാലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.